മിലിയ ആർട്ട് ആൻഡ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അസോർട്ടഡ് ജ്വല്ലറി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ട്രഡീഷണലും ഡിസൈനർ വെയറും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ജ്വല്ലറി കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കത് ഓരോന്ന് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ, വളരെ സിമ്പിളായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ത്രെഡ് ചെയിനിലേക്ക് കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ട്രഡീഷണൽ പെൻഡൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ സ്റ്റോൺ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ പെൻഡൻറ്റിൻ്റെ താഴെയായിട്ട് റെഡ് ബീഡ്സും ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻവിസിബിൾ ചെയിൻ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറിയാണ്. ഈ ഒരു മാല ഇത് ഇൻവിസിബിൾ അല്ലെങ്കിൽ കൂടി വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ചെയിനാണ്. ഈ ചെയിനിൽ അങ്ങേങ്ങായിട്ട് പാലക്ക ഡിസൈനിലുള്ള പെൻഡൻറ്റ് പ്ലേസ് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ മാലയാണ് ഇത്. അടുത്തത് ഒരു കാശുമാലയാണ്. മിക്കവാറും പേര് അവരുടെ വെഡ്ഡിങ് സെറ്റ്സിൽ ഉൾപ്പെടുത്താറുള്ള ഒരു ടൈപ്പ് കാശുമാലയാണ് ഇത്. സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡിലും കൊണ്ടുവന്നിട്ടുള്ളത്. ലക്ഷ്മി രൂപം വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കോയിൻസിൻ്റെയും റൂബി സ്റ്റോൺസിൻ്റെ ഒക്കെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ കാശുമാലയാണ് ഇത്. കാശിൻ്റെ തന്നെ ഇയർ സ്റ്റഡോട് പെയർ ചെയ്ത് സെറ്റായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് കുറച്ച് ഡിസൈനർ നെക്ലസസ് ആണ്. ഇതാണ് ഫസ്റ്റ് വൺ. വൈറ്റ് AD സ്റ്റോണിൻ്റെയും ബീഡ്സിൻ്റെ ഒക്കെ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് ഇത്. സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ഇയറിങ്ങും ബ്രേസ്ലെറ്റ് കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് സെറ്റാണ് ഇത്. സെക്കൻഡ് വൺ, ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള നെക്ലസ് ആണ്. വൈറ്റ് കളർ AD സ്റ്റോൺസിൻ്റെ വർക്കാണ് ഈ ഒരു നെക്ലസിൽ വന്നിട്ടുള്ളത്. തേർഡ് വൺ, വൈറ്റ് റൂബി റെഡ് ആൻഡ് എമറാൾഡ് ഗ്രീൻ AD സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നെക്ലസ് ആണ്. അടുത്തത് വളകളാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ട്രഡീഷണൽ വളകൾ കണ്ടു തുടങ്ങാം. ഇത് നമ്മുടെ പാലക്ക ഡിസൈനിൽ വന്നിട്ടുള്ള വളയാണ്. പാലക്ക, നാഗപടം, മാങ്ങ ഡിസൈൻസിലൊക്കെയുള്ള വളകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ഒരു ടൈപ്പ് ഓഫ് പാലക്ക ഡിസൈൻ തന്നെയാണ്. അടുത്തത് മാങ്ങ ഡിസൈനിൽ വന്നിട്ടുള്ള വളയാണ്. ഇതെല്ലാം നമ്മൾ വളരെ യൂഷ്വലായിട്ട് കാണുന്ന ആ ഒരു ഗ്രീൻ ആൻഡ് റൂബി സ്റ്റോണിൻ്റെ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് നാഗപടം വളയാണ്. അടുത്തത് കാശുവളയാണ്. ഇത് നമ്മൾ രണ്ട് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ ഏറ്റവും അധികം കാണാറുള്ള ടൈപ്പ് ഒരു തടവള മോഡലിൽ വന്നിട്ടുള്ളതാണ്. സെക്കൻഡ് വൺ നല്ല വീതി കുറഞ്ഞിട്ടുള്ള കാശുവളയാണ്. ലക്ഷ്മി രൂപം വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കോയിൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഒരു ഡിസൈനർ വളയാണ്. റൂബി ആൻഡ് എമറാൾഡ് സ്റ്റോൺസിൻ്റെ AD സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളയാണ് ഇത്. ഇത് റൂബി റെഡ് ഷെയ്ഡിലുള്ള AD സ്റ്റോൺസിൻ്റെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ വളയാണ്. അടുത്തത് ഇയർ റിങ്സ് ആണ്. ആദ്യം തന്നെ ഇയർ സ്റ്റഡ്സിൻ്റെ കളക്ഷൻ കാണാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇതിൻ്റെ ഒരു 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് വൺ വൈറ്റ് സ്റ്റോൺസ് മാത്രം വരുന്നത്. സെക്കൻഡ് വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ കോമ്പിനേഷൻ. ആൻഡ് തേർഡ് വൺ വൈറ്റ് ആൻഡ് നേവി ബ്ലൂ സ്റ്റോൺസിൻ്റെ കോമ്പിനേഷൻ. സെക്കൻഡ് വൺ ഇതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അടുത്തത് കുറച്ച് വലുപ്പത്തിൽ വന്നിട്ടുള്ള ഇയർ സ്റ്റഡ്സ് ആണ്. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വൈറ്റ്, സെക്കൻഡ് വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസ് വരുന്നത്. ഇതും ഇയർ സ്റ്റഡ് തന്നെയാണ്. സെയിം പാറ്റേണിൽ ബീഡ്സിൻ്റെയും സ്റ്റോണിൻ്റെയും വർക്ക് വരുന്നതുണ്ട്. ഫസ്റ്റ് വൺ ഗോൾഡ് പ്ലേറ്റഡ് ഇയറിങ്ങിൻ്റെ നടുവിലായിട്ട് ഒരു സിംഗിൾ വൈറ്റ് ബീഡിൻ്റെ വർക്ക് വരുന്നതാണ്. സെക്കൻഡ് വൺ റെഡിഷ് ഷെയ്ഡിലുള്ള ബീഡാണ്. തേർഡ് ബ്ലാക്ക് ബീഡ്. അടുത്തത് ഈ സെയിം പാറ്റേണിൽ തന്നെ ഒരു സിംഗിൾ വൈറ്റ് സ്റ്റോൺ വന്നിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഒരു മെറൂണിഷ് റെഡ് ഷെയ്ഡിലുള്ള സ്റ്റോൺ വരുന്നത്. അടുത്തത് കുറച്ച് ഇയർ ഹാങ്ങിങ്സ് ആണ്. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് ഗ്രീൻ ആൻഡ് റൂബി സ്റ്റോണിൻ്റെ വർക്ക് വരുന്നതാണ്. അടുത്തത് ഒരു പെൻഡുലം മോഡലിൽ വന്നിട്ടുള്ള ഒരു ഇയർ ഹാങ്ങിങ് ആണ്. ബ്ലൂ AD സ്റ്റോൺസിൻ്റെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്.
അടുത്തത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഇയറിംഗ് ആണ് ഇത്. ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള ഇയറിംഗ് ആണ്. ഇതിൻ്റെയും 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈ ഒരു റൂബി റെഡ് സ്റ്റോൺസ് മാത്രം വരുന്നതും, സെക്കൻഡ് ഒരു ഷെയ്ഡ് റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസിൻ്റെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് 9074618360 എന്നുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും മിലിയ ഫാഷൻ എന്നുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും ഓർഡേഴ്സിനും കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത് റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഈ 2 കേസസിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കാറുള്ളൂ. പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ പ്ലേസ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്റ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൺപാക്കിംഗ് ഓർ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള അൺപാക്കിംഗ് വീഡിയോ ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.